നമ്മൾ അൽബേനിയ ടിറാന എയർപോർട്ടിൽ ഇറങ്ങി ഓടി വന്ന് നമ്മളിവിടെ ഒരു പബ്ലിക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുക. വിത്തിൻ മിനിറ്റ്സ് ബസ് സ്റ്റാർട്ടാകും. നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ അലക്സും ആൽബിനും ഉണ്ട് നമ്മളുടെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ടിറാന മെയിൻ സ്ഥലത്ത് പോവാം, എയർപോർട്ട് ചെയ്ത് അല്ലേ. ആദ്യം തന്നെ നമ്മൾ ലേക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസി കുറച്ച് പൈസ കയ്യിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എന്നാലല്ലേ നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പൗണ്ട് കുറച്ച് മാറ്റി ലേക്കിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് അവിടുത്തെ വൈഫൈയിൽ നമ്മൾ ഈസിം എടുത്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് റൂം തപ്പിയെടുക്കാൻ പോകാൻ. നേരത്തെ പോയി 2:30 ആയതേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോസ്റ്റലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആ ഹോസ്റ്റലിൽ വന്ന് മണി അടിച്ച് നിൽക്കുവാണ്. ഓ ഗോഡ്, അവർ തുറക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹോസ്റ്റലിൽ മണി അടിച്ചുകൊണ്ട് നിൽക്കുക, അവർ തുറക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ്. It's not 3 years because I got a confirm. Three months ago. Because I got a confirmation on a. See. It's okay. What can I do for you? What can I do for you? Is there place to live now? No. Is there place to stay? To stay, give me 20 euro. I give you room. Oh, no, we can't. We will give refund and okay. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടല് ആ ഹോട്ടൽ അവിടെ ഇല്ല. ആ ഹോട്ടല് പേര് മാറ്റി, അവരങ്ങനെ ഇല്ല, അവർ നമ്മുടെ പൈസ റിസീവ് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പാതിരാത്രിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. സോ നമ്മൾ ഇനി എന്താ ചെയ്യാന്നറിയാണ്ട് ഇങ്ങനെ അൽബേനിയയുടെ തെരുവുകളിൽ കൂടെ ആദ്യ ദിവസം തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ആൾക്ക് മേ ബി മെയിൻലി എക്സ്ട്രാ പൈസ വേണമായിരുന്നു. അതിനുവേണ്ടി നമ്മളടുത്ത് കിട്ടിയില്ല. ഈ സമയത്ത് നമ്മൾ വേറെ എവിടെയും പോയില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. എനിവേ I'm a traveler from UK and we already booked an for it's a him calling street. If you could call me WhatsApp in this number, that would be no. I will give you my number, WhatsApp number. This is like an eSIM. നമ്മൾ പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു അവിടെ തന്നെ നിൽക്കാൻ, പോലീസിനെ വിടാം. അപ്പോൾ പോലീസ് വരും. We messaged him so many times, no reply came, and he's asking for 20 pound now. 20 euros. പോലീസ് വന്ന് കുറേ നേരം ആ ഡോർമിട്ട് മുട്ടി. അവനെ വിളിച്ചു. അവൻ ഡോറ് തുറന്നില്ല. അവൻ നൈസായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നോക്കിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡോറ് പൊളിച്ച് കയറണമെങ്കിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ട്രാവലേഴ്സാണ്, അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം വീണ്ടും ഞങ്ങൾ 112 വിളിച്ച് അവരോട് പറഞ്ഞു ഞങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവർ ഹോസ്റ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് അയാൾ നമ്മൾ വൈഫൈ കണക്റ്റ് ആക്കിയായിരുന്നു. ബെല്ലടിക്കുന്ന അതിൻ്റെ ആ ഇതും അയാൾ നൈസായിട്ട് ഓഫ് ചെയ്തു. അതാകുമ്പോൾ നമ്മളയാളെ ശല്യം ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് അടിയായിരുന്നു. പിന്നെ പോലീസുകാർ നന്നായിട്ട് സഹകരിച്ചു നമ്മുടെ കൂടെ. നൈസായിട്ട് നിന്ന് വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോയി. അതാണ് ഇവിടുത്തെ പോലീസുകാർ നമുക്ക് ചെയ്ത ഉപകാരം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ പാതിരാ കോഴികൾ. ഇതാണ് നമ്മുടെ അവസ്ഥ. രാത്രി എത്ര മണിയായി? അല്ല, പകൽ എത്ര മണിയായി? 5 മണി ആവാറായി അല്ലേ? 5 മണി ആവാറായി. വെട്ടവും വെളിച്ചമൊക്കെ വന്നു. നമ്മളിവിടെ ഏതോ റോഡ് സൈഡിൽ ഏതോ പറമ്പിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ഭിത്തിയെ ചാരി. ഇതാണ് ഹോളിഡേ, പാവങ്ങളുടെ ഹോളിഡേ. പാർക്കിൽ കുറച്ച് നേരം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി, ടിറാന എയർപോർട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ടിറാന എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ റെൻ്റ് കാർ എടുത്തത്. അപ്പം നമ്മൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കാർ റെൻ്റ് എടുത്തേക്കുന്നത് ഇവരുടെ
അബികാസി എന്നാണ്. അപ്പം നമ്മൾ കാറൊക്കെ റെൻ്റ് എടുത്ത് വ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഫസ്റ്റ്. എന്നിട്ട് ഇപ്പം നമ്മൾ കാറിൽ അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും കഴിച്ചാത്തത് കൊണ്ട് എവറിത്തിങ് ടുഗെദർ നമ്മൾ കുറച്ച് ക്വിക്ക് മീൽ കഴിച്ച് പോകുവാണ്. അലിസ സീ ഫുഡ് കഴിച്ച പോലെ അലർജിയും വരുമോ നിനക്ക്? അറ്റ് ലാസ്റ്റ് എങ്ങനെയോ ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ നമുക്ക് കിട്ടി. ഇപ്പം സമയം 3 മണിയായി. ഇപ്പോഴാണ് ഉച്ചയ്ക്ക് 3 മണി. ഇപ്പം നമ്മൾ അക്കോമഡേഷനിലെത്തി. ഫൈനലി നമുക്കൊരു അക്കോമഡേഷൻ കിട്ടി ആഫ്റ്റർ സോ 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 മച്ച് ജേർണി. ഞാനൊന്ന് കിടന്നോട്ടെ. റൂം കാണിച്ചു തരാം. നമ്മളെല്ലാവരും നല്ല ടയർഡാണ്. ഇതാണ് റൂം. കയറി വരുമ്പോൾ ഒരു ടോയ്ലറ്റ്, പിന്നെ ഇവിടെ 3 പേർക്ക് കിടക്കാനുള്ള ബെഡ്, AC ഉണ്ട്, പിന്നെ ബാൽക്കണി ഉണ്ട്, പിന്നെ പുറത്ത് ഒരു വേളാങ്കണ്ണി വ്യൂ ഉണ്ട്. അങ്ങനെ ഒന്ന് കുളിക്കാനും റെഡിയാവാനൊക്കെ സമയം കിട്ടി. വളരെ വെയില, നല്ല ചൂടുമുണ്ട്. ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ബീച്ചിലേക്ക് പോകണം. നമ്മുടെ ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്ന സ്റ്റേൻ്റെ ഹോസ്റ്റല് അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ബീച്ചാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഗുദാമി പോകുന്നൊരു വേഴ പോലെ. കത്ത വെയിൽ. ഉയ്യോ, ദൂരെ നേരെ എന്തോ ഒരു ബീച്ച് പോലെ കാണുന്നുണ്ട്. ഹോപ്പ് ഫൈനലി ഓൾ അവർ സഫറിങ്സ് എൻഡഡ്. ബീച്ച് സൈഡിൽ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളതിലൊരു കടയിൽ കയറി സ്ക്വിഡ് ട്രൈ ചെയ്തു. അവിടെ ഫുൾ ആൾക്കാർ മീൻ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ പോയത് കൊണ്ട് അത്ര തിരക്കില്ലാത്തൊരു ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത്. ആക്ച്വലി വേറെ ലൈക്ക് കുറേ കൂടെ ടൂറിസ്റ്റുകളുള്ള വേറൊരു സൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം പോയപ്പോഴാണ് കണ്ടത് ആക്ച്വലി. എന്നിട്ട് നമ്മളിവിടെ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരെ കുറേ നേരം നോക്കുന്നുണ്ട്. ഇവിടെ കുറേയൊക്കെ സീ ഫുഡാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ്. അൽബേനിയയിൽ മീനൊക്കെ ഫിഷ് ഐറ്റംസിനൊക്കെ ഭയങ്കര വില കുറവായിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ ഇവിടെ അൽബേനിയയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. അപ്പം നമുക്ക് നാളെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും പിന്നെ ഇന്ന് രാത്രിത്തേക്കുള്ള എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മീൽ കഴിച്ചത് കൊണ്ട് അതിന് വേണ്ടി പോകും. അപ്പം ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി. നല്ല നല്ല കേക്ക്സും ബിസ്ക്കറ്റ്സും എല്ലാം കൊള്ളാം. കുറേ വാഴകളുണ്ട് ഈ കടയിൽ. ഇത് കണ്ടോ, വാഴയൊക്കെ ചട്ടിക്കകത്താ വെച്ചേക്കുന്നത്, ചെടിച്ചട്ടിക്കകത്ത്. ഇങ്ങനെ നമ്മളൊരു കേരള പോലത്തെ റെസ്റ്റോറൻറ്റ്, പക്ഷെ കേരള അല്ല. ഇതിൽ എന്തൊക്കെ സീ ഫുഡ് ഉണ്ടോടാ? നമ്മളൊരു സീ ഫുഡ് ഗ്രിൽ പ്ലാറ്ററാ മേടിച്ച്. ഇതിൽ എന്തൊക്കെയുണ്ട്? കൂന്തലുണ്ട്, പ്രോൺസ് ഉണ്ട്, നമ്മുടെ ഒക്ടോപ്പസ് ഉണ്ട്. സ്ക്വിഡ് അത്ര ഇട്ടേ. ഇതെന്താടാ? ഇത് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് പൊട്ടറ്റോ.
ഗ്രിൽഡ് ചിക്കൻ. റിസോർട്ടോ ഫോർ അലക്സ്. നല്ല രീതിയിൽ സീ ഫുഡ് പ്ലാറ്റർ ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അൽബേനിയനെ പറ്റിയും അൽബേനിയൻ്റെ ആൾക്കാരെ പറ്റിയൊക്കെ. അപ്പം ഇനി 3 ദിവസം കൂടി ഉണ്ട്. അപ്പം നമുക്ക് 3 ദിവസത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ആദ്യമേ തന്നെ നമ്മൾ ഓരോരുത്തരെ പറ്റി ഓരോ കൺക്ലൂഡ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. സോ നമുക്ക് പയ്യെ ഡിസൈഡ് ചെയ്യാം കുറേയും കൂടെ കണ്ടിട്ട്. നമ്മളങ്ങനെ വെക്കേറ്റ് ചെയ്യാൻ പോകണം. നമ്മളുടെ ഇവിടുത്തെ എല്ലാം പരിപാടിയും കഴിഞ്ഞു, എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണുള്ളത്. എല്ലാം റെഡിയായി നമ്മൾ പോകാൻ പോവാം. എൻ്റെ സാധനങ്ങളോട് വെച്ചു. Let's go then.